ഹായ്, ഈ വീട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടോ? ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീടാട്ടോ. 2500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ പണിതൊരു വീടാണിത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീട്ടിൽ 8 ബെഡ്റൂം, 8 അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ 4 സിറ്റ് ഔട്ട്, 4 ഹാള്, 4 അടുക്കള. അതും പോരാഞ്ഞിട്ട് ഇതിൻ്റെ മിഡിലിൽ ഏകദേശം ഒരു 240 വരുന്ന ഒരു സ്റ്റെയർ ഏരിയയും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം പൂച്ചക്കൂട് പോലെ സെറ്റ് ചെയ്ത സാധനമാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഈ കോണി തന്നെ വരുന്നത് ഏകദേശം 1 മീറ്ററാണ് കോണീൻ്റെ സ്റ്റെപ്പിൻ്റെ വീതി വരുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ സിറ്റ് ഔട്ട്, ഹാളിൻ്റെയൊക്കെ വലിപ്പം എത്ര ഉണ്ടെന്നുള്ളത് 4:2 ടൈലാണ് താഴ്ത്തി വിരിച്ചിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു സ്പേസും എത്രത്തോളം ഇതിൽ സൗകര്യം ഉണ്ടെന്നുള്ളതും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്തിനാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മളോട് വിളിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ കോൺക്രീറ്റിൽ വീട് വെക്കണം, കോൺക്രീറ്റിൽ വീട് വെച്ചാലുള്ള ലാഭം എന്താണെന്ന് ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട് കേട്ടോ. എങ്ങനെ ഇവർക്ക് ഈ ലാഭം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലാഭം നോക്കിയിട്ട് ചെയ്യണതും അതല്ല നമ്മളൊരു ക്വാളിറ്റി നോക്കിയിട്ട് ചെയ്യണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഏതൊരു സാധനവും നമ്മൾ പർച്ചേസ് ചെയ്യണ സമയത്ത് നമ്മൾ ലാഭം നോക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ വീട് കോൺക്രീറ്റിലാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലാഭം നിങ്ങൾക്ക് എവിടെ കിട്ടുന്നത്, അതാണ് ഈ റൂമിൻ്റെ സ്പേസും ഈ കാര്യങ്ങളും. പക്ഷേ നിങ്ങൾ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യും വേണ്ട. കാരണം ഇതെല്ലാം നമ്മൾ 4 ഇഞ്ചിൽ ഫുള്ളി കോൺക്രീറ്റ് ഭിത്തി ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഈ വീടിന് ഇത്രയും സ്പേസ് കാര്യങ്ങളും കിട്ടിയത്. ബാത്റൂമൊക്കെ കണ്ടില്ല, ഏകദേശം 4 അടിയോളം വീതി ഉണ്ട്. ലെങ്ത്ത് ഏകദേശം ഒരു 7 അടി 8 അടിയുടെ അടുത്ത് ലെങ്ത്തും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ അത് ലാഭമല്ല അതിലെ ഏറ്റവും വലിയൊരു ഘടകം. ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർമ്മിക്കണ വീടിൻ്റെ സ്ട്രോങ് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് ഇന്നത്തെ രീതിയിൽ കേരളത്തിൽ ചെയ്യണ ഏത് രീതിയിൽ നിങ്ങൾ വീട് നിർമ്മിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നമ്പർ 1 സ്ട്രെങ്ത്ത് കൂടിയൊരു രീതി എന്ന് പറയുന്നത് ഈ ഒരു കോൺക്രീറ്റ് തന്നെയാണ്. അതിനിപ്പോൾ കൗണ്ടർ അടിക്കാനായിട്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം, കല്ലിൽ കെട്ടിയ വീട് 100 കൊല്ലം നിൽക്കും, 200 കൊല്ലം നിൽക്കും, പണ്ടത്തെ മനകൾ 500 കൊല്ലം നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഇതൊക്കെ അന്നത്തെ കാലത്ത് അന്നത്തെ ക്വാളിറ്റിയിൽ ആൾക്കാർ ചെയ്തുകൊണ്ടും അതിൻ്റെ മെയിൻ്റനൻസ് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ നിന്നത്. കോൺക്രീറ്റിൽ നിർമ്മിതികൾ തുടങ്ങിയിട്ട് നമ്മളെ നാട്ടിൽ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. മാക്സിമം ഒരു 50-60 വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ നോർമലൈസ് ചെയ്തിട്ട് വീടുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്. കോൺക്രീറ്റ് നമ്മളെ നാട്ടിൽ വന്ന സമയത്ത് ഈ ടെക്നോളജിയിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ഇന്നത്തെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ആ രീതിയിലൊന്നല്ല. അതിൻ്റെ കാരണം ഞാൻ അങ്ങനെ പറയാൻ എന്താ കാരണം, ഇപ്പോൾ ഇന്നത്തെ നാട്ടിലെ കൺസ്ട്രക്ഷൻ്റെ രീതി കണ്ടാൽ തന്നെ ഒരുവിധം നോളജുള്ള ആൾക്കാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഈ എൻജിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം പണ്ട് നമ്മളൊരു പാലം പണിയുമ്പോൾ അടുത്തടുത്തായിരുന്നു പില്ലേഴ്സൊക്കെ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു പാലം പണിയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മീറ്ററുകൾ അകൽച്ചയിലാണ് ഈ പില്ലേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അന്നും കോൺക്രീറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നും കോൺക്രീറ്റിലാണ്. ഇത് എന്തുകൊണ്ട് ആ ടെക്നോളജി എന്തുകൊണ്ട് മാറി എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ലെന്ന് വരില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം അറിയാം. പണ്ട് ആൾക്കാർ കല്ലിൽ ചെയ്തിരുന്ന വീട് 200-300 വർഷങ്ങൾ നിന്നിരുന്നു എന്ന് നമ്മൾ പറയണത് അത് പണ്ട് അവർ നിർമ്മിച്ച് വെച്ചുകൊണ്ടാണ്. ഇന്ന് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ കോൺക്രീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് ഇപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് നിർമ്മിതികൾ എത്ര വർഷം നിൽക്കും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കും എനിക്കൊന്നുമല്ല പറയാൻ പറ്റുക. ചിലപ്പോൾ 200-300 വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ, അതിന് ശേഷമല്ലേ ഈ ആൾക്കാർക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ വേണം ചിന്തിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൂർവികന്മാർക്കൊന്നും ഒരു കഴിവും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ വികസനവും, ഈ നാട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ വികസനത്തിനും ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭൂമി ഉണ്ടായിട്ട് ഇത്രയും വർഷങ്ങളായിരിക്കെ എന്തുകൊണ്ട് ഇപ്പോഴും ഒരു 300-400 കൊല്ലം പഴക്കമുള്ള ഈ പണ്ടത്തെ ഈ ഒരു കല്ലിൻ്റെ വീടുകളോ അല്ലെങ്കിൽ മാർബിൾ കൊട്ടാരങ്ങളോ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആൾക്കാർക്ക് കാണിക്കാൻ. പക്ഷേ ഇന്നത്തെ ആധുനിക ലോകത്ത് കാണുന്ന, ഇന്ന് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളും എന്തുകൊണ്ട് ഈ ഒരു പഴയകാല മനുഷ്യരിത് കണ്ടുപിടിച്ചില്ല? നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഈ ഒരു കോൺക്രീറ്റ് വീട് കൊണ്ട് വന്ന സമയത്ത് ഈ ഒരു വീടിന് തന്നെ ഞാൻ എത്ര ചീത്തവിളി കേട്ടണോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലെ ആ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ ഒരു കാണുന്ന വീട് നിർമ്മിക്കുന്ന സമയത്ത് ഞാൻ കേട്ട ചീത്തവിളി
നിങ്ങളും ഒരുപാട് ആൾക്കാർ പൈസ ചിലവാക്കിയിട്ട് വീട് വെച്ചിട്ടില്ലേ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീടിൻ്റെ അതേ രീതിയിൽ തന്നെയല്ലേ നിങ്ങളും വെച്ചിരിക്കണത്. നിങ്ങൾ ഇതേ ബ്രിക്സ് കടയിൽ പോയി മേടിച്ച് കൊടുന്ന് അത് പടുത്ത് അതിൻ്റെ മുകളിൽ റൂഫ് കോൺക്രീറ്റ് ചെയ്തിട്ടല്ലേ വീട് നിർമ്മിച്ചിരിക്കണത്. നമ്മൾ എല്ലാം, അതായത് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ബ്രിക്സ് അതും അവരവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. ഞങ്ങളത് സൈറ്റിൽ വന്ന് നിങ്ങളുടെ ഭിത്തിയുടെ മെഷർമെൻറ്റ് പ്രകാരം മാനുഫാക്ചറിങ് ചെയ്തതിനാണ് ഞാൻ ഇത്രയും ചീത്തവിളി കേട്ടത്. ഞാൻ ഈ പൂർവികന്മാർക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം കുറേ ആൾക്കാർ പിന്നെ വീണ്ടും പൊങ്കാലിടാൻ വരും. പക്ഷേ നിങ്ങളൊന്ന് ഇരുന്നൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇന്ന് കാണുന്ന ഈ ടെക്നോളജികൾ കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളെ ഈ ഭൂമിയിൽ നിന്നും എടുത്തിട്ടുള്ള എല്ലാ ഓരോ ഉൽപ്പന്നത്തിനാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കണ BX6 കാറ്, ഇത് ബഹിരാകാശത്ത് നിന്ന് കൊടുക്കുന്നൊന്നുമല്ല, നമ്മളെ ഭൂമിയിലുണ്ടായിരുന്ന കുറേ റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചെയ്തതാണ്. പണ്ട് കാലങ്ങളിലും ഈ റോ മെറ്റീരിയലുകളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചിട്ടും വർഷങ്ങളുടെ കാലപ്പഴക്കത്തിനനുസരിച്ചിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു മാറ്റം കൊണ്ടുവന്നപ്പോൾ അതിനെ പാടെ എതിർക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ വീട് നിർമ്മാണത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാനൊരു ഫേസ്ബുക്കിലിട്ടപ്പോൾ ഞാൻ അനുഭവിച്ചത്. എന്നെ ചീത്ത പറഞ്ഞ എല്ലാ ആൾക്കാരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എനിക്ക് ചീത്ത പറഞ്ഞവരുടെ കാര്യം വിടും. ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് പോലും ഇന്ന് നമ്മൾ ഈ ലോകത്ത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഖ സൗകര്യങ്ങളും ഇവരെയും കൊണ്ട് ആരെയും കൊണ്ടും ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പുരാണങ്ങളെടുത്ത് വായിച്ചാൽ നമ്മൾ ചിരിച്ചു പോവും. അവരുടെ വാഹനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അവർ സഞ്ചരിച്ച മാർഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവർ താമസിച്ചിരുന്ന വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ മനുഷ്യന്മാരാണ്. അതും ഇത്രയും വർഷം, അതായത് ഇപ്പോൾ ക്രിസ്തു വർഷം നോക്കുകയാണെങ്കിൽ തന്നെ 2026 നമ്മൾ ജീവിക്കുന്നത്. ഒരു 150 വർഷത്തിൻ്റെ മുന്നത്തെ ഒരു പുരോഗതി എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇത് നമുക്ക് തിരഞ്ഞാൽ കിട്ടുമല്ലോ. ഇപ്പോൾ എവിടെ നിന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാലും കിട്ടുമല്ലോ. ഒരു 150 വർഷത്തിൻ്റെ മുന്നേ നേരത്തെ പറഞ്ഞ പോലെ ഒരു താജ്മഹൽ, അതേപോലത്തെ നിർമ്മിതികൾ കുറച്ച് അത്ഭുതങ്ങളല്ലാണ്ട് എന്താണ് അന്നത്തെ കാലത്ത് നമ്മളീ പറയുന്ന പ്രവാചകന്മാരുണ്ടായിരുന്ന കാലത്ത് എന്താണ് അവരുണ്ടാക്കിയിരുന്നത്? അതല്ല ഇപ്പോൾ 2026 അല്ലെങ്കിൽ ഒരു 50 വർഷത്തിന് മുന്നേ ജനിച്ച ആൾക്കാർക്കാണോ ഇത്രയും വലിയ ബുദ്ധി? ഇന്നത്തെ കാണുന്ന റോഡ് വികസനം, ഇന്നത്തെ കാണുന്ന കടലിൻ്റെ നടുക്കൂടിയുള്ള പാലങ്ങൾ അല്ലെങ്കിൽ തുരങ്കങ്ങൾ, ഇതൊന്നും ഉണ്ടാക്കാനോ, എന്തിന് വിമാനമാണെന്നുണ്ടെങ്കിൽ, ഫോണാണെന്നുണ്ടെങ്കിൽ, TV, ഈ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അന്നത്തെ പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യർക്കോ അല്ലെങ്കിൽ ഇന്നെ ചീത്ത വിളിക്കണ ഇതേപോലത്തെ പൊട്ടന്മാർക്കോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഞാനിത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനിതിൻ്റെ ഒരു തുടക്കക്കാരനാണ്. 10 വർഷത്തിന് ശേഷം കേരളത്തിൽ നല്ല ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും വീട് നിർമ്മാണ രീതി ഈ രീതിയിലോട്ട് മാറും. 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് അഭിമാനിക്കാം, ഞാനാണ് ഈ ഒരു രീതി കേരളത്തിൽ ഉടനീളം ആദ്യ സംരംഭകൻ എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അഭിമാനിക്കാം. അത്ര മാത്രമേ ഇപ്പോൾ നമുക്കിതിലൊരു ബെനിഫിറ്റ് ഉള്ളൂ. നമ്മൾ ഈ വീടിൻ്റെ ഫൈനൽ ടച്ചപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 നിലയാണ്, ശരിക്കും 3 നിലയ്ക്ക് പണിതതാണ്. നിങ്ങൾ കണ്ടില്ലേ, 3-ാം നിലയുടെ മുകളിലേക്കുള്ള കോണിയാണ് ഈ കാണുന്നത്. പക്ഷേ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായ കാരണം കൊണ്ട് നമ്മൾക്ക് പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 2-ാമത്തെ നിലയിൽ, അതായത് ഗ്രൗണ്ടും ഫസ്റ്റുമായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേ രീതിയിൽ തന്നെ ആ സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊണ്ടുപോയത്. 2 ആഴ്ച കൊണ്ട് ഇതിൻ്റെ ഫുൾ വർക്ക് കഴിയും. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വീണ്ടും വരും.